ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഇന്ന് നമുക്ക് മുടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഈ മുടി പൊട്ടിപ്പോവില്ലേ, പൊട്ടിപ്പോതും താഴെ ഇങ്ങനെ വിണ്ട് എന്താ പറയുക സ്പ്ലിറ്റായി പോവില്ലേ, അതിനൊക്കെയുള്ള ഒരു റെമഡിയാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഇത് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്ത് റെമഡി ആണെങ്കിലും ആദ്യം തന്നെ നമ്മൾ മുടി ഊരിപ്പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനത്തെ പൊടിക്കൈയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതല്ല നമുക്കിങ്ങനെ ഒരുപാട് മുടിയൊക്കെ പോകുന്നുണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അപ്പം എന്തായാലും തൈറോയ്ഡ് ഒക്കെ എന്തായാലും ചെക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് തന്നെ ഒത്തിരി പിള്ളേർക്ക് തൈറോയ്ഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ പൊടിക്കൈയിലോട്ട് പോകാനായിട്ട്. അപ്പം മെയിനായിട്ട് നമുക്ക് ഇപ്പം മുടി ചകിരി പോലെയൊക്കെ ഇരിക്കൂലേ, ഇപ്പം എൻ്റെ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഡ്രൈനെസ് ഉള്ള മുടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മുടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഈ സ്കാൽപ്പിൽ തന്നെ ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓയിലാണ് നമുക്ക് താഴോട്ടിറങ്ങി നമുക്ക് കൂടുതൽ മുടിക്കൊക്കെ നല്ല ഇത് തരുന്നത്, എന്താ പറയുക നല്ല മിനുസമൊക്കെ തരുന്നത്. പക്ഷേ അത് നമുക്ക് ഒട്ടും ഇതൊക്കെ ആയിട്ട് നമുക്കങ്ങനെ മുടി കൂടുതൽ ഡ്രൈനെസ് ആയി കഴിഞ്ഞവർക്കാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഈ റെമഡീസൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് മുടിയുടെ അരിക് സ്പ്ലിറ്റ്നെസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒത്തിരി സ്പ്ലിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വെച്ച് കുറച്ച് ഇത് കട്ട് ചെയ്ത് കളയണം. അല്ലാണ്ട് അതിൻ്റെ വെളിയിൽ കൂടി തന്നെ പുരട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് എന്തോരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഹോം റെമഡീസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാനിപ്പം പണ്ടൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും മുടി വെട്ടിക്കളയുമായിരുന്നു. ഒരു 6 മാസം കൂടുമ്പോൾ എപ്പോഴും ഞാൻ മുടി ഇങ്ങനെ വെട്ടും. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുടിക്ക് അങ്ങനെ നീളം വെക്കത്തില്ല, ഒന്നാമത് ചുരുണ്ട മുടിയായാലും നമുക്ക് അറിയത്തുമില്ല. അപ്പം ഇപ്പം ഞാൻ എന്തായാലും വെട്ടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇപ്പം എനിക്കിപ്പോൾ അങ്ങനെ ഇതുവരെ അങ്ങനെ സ്പ്ലിറ്റൊന്നും ആയിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് ഇതാവുമ്പോൾ തന്നെ മെയിനായിട്ട് നമുക്കങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുടി അഴിച്ചിട്ട് കിടക്കുക, മുടി റഫായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല റെമഡീസും ഉണ്ട് അതിൽ ഞാൻ ചെയ്യാനുള്ള റെമഡീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ ഒരു അലോവേര ജെല്ലും എടുത്തിട്ടുണ്ട്, നമുക്ക് വാസ്ലിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് അലോവേര ജെല്ലെടുക്കണേ. അതേ ഞാൻ ഇത്ര അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അലോവേര ജെൽ എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള നമ്മളിത് എടുക്കൂലേ, അത് എടുക്കാണ്ടിരിക്കണം നല്ലത്. ഇങ്ങനെ ചെയ്ത് വരുമ്പം നമുക്ക് എന്താ പറയുക അധികം വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. ഇത് 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയുക ചീത്തായി ഒന്നും പോകത്തില്ല. നമ്മുടെ കറ്റാർവാഴ തന്നെ നമ്മൾ വീട്ടിൽ എടുക്കുന്ന കറ്റാർവാഴ ഇടുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് അതിൽ വെള്ളമയമൊക്കെ കാണും, പെട്ടെന്ന് ഇത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ വാസ്ലിനും എടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ജെൽ ഫോമിൽ തന്നെ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇങ്ങനെ മേളിൽ നിന്ന് തുടങ്ങി പരട്ടണ്ട, നമ്മുടെ ആ സ്പ്ലിറ്റ്നെസ് എവിടെ നിന്നാണ് തുടങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളിത് നന്നായിട്ട് പരട്ടി കൊടുക്കുക. ഇപ്പം എനിക്ക് ഇതില്ല,
എന്നാൽ തന്നെ നമുക്ക് ദിവസവും നമുക്ക് രാത്രി കിടക്കുമ്പോൾ നമുക്കിതിങ്ങനെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ മുടി കൂടുതൽ നമ്മുടെ സോഫ്റ്റ് ആവും. മുടിക്ക് ഒരു മയം കിട്ടും. നമുക്ക് ഈ ചകിരി പോലെ അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമുക്കിതൊരു ജെൽ ഫോമിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി കിടക്കുമ്പോൾ ഡെയിലി ഇടണ്ട കേട്ടോ, ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇട്ടാൽ മതി. ഡെയിലി നമ്മളത് യൂസ് ചെയ്യണ്ട. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ പിന്നെ ഒരു ഓയിൽ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ആദ്യമൊക്കെ ഒരു 2-3 പ്രാവശ്യം ഇടുമായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഇടത്തുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, സ്പ്ലിറ്റ്നെസ് ഇല്ലെങ്കിൽ ശരി, അതൊന്നും അങ്ങനെ പുരട്ടി വെക്കും. അപ്പം മുടിക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യും. അപ്പം മേളിലോട്ടൊന്നും ഇടൂല, ജസ്റ്റ് താഴെ മാത്രം കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇപ്പം ഇതല്ലാണ്ട് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാക്സീഡ് ജെല്ലില്ലേ. ഫ്ലാക്സീഡ് ജെല്ല് നമ്മൾ കുറച്ച് അധികം കട്ടിയാക്കാണ്ട് കുറച്ച് ഇതാക്കി എടുക്കുക, കുറച്ച് എന്താ പറയുക ലൂസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് ആൽമണ്ട് ഓയിൽ ഇട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഡെയിലി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലാക്സീഡും ഇതും കൂടി നമുക്ക് ഡെയിലി എന്താ പറയുക താഴെ തുടങ്ങി ഇങ്ങനെ നല്ലതായിട്ട് ഒന്ന് മുടിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഇച്ചിരി ഉള്ളിലോട്ടായിപ്പോയി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പല്ലകലുള്ള ചീപ്പ് കൊണ്ട് നന്നായിട്ട് മുടി ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്തിട്ട് അത് കൂടുതൽ ഏറ്റവും നല്ല കിടക്കാൻ നേരത്ത് ചെയ്യണം, ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ എന്തായാലും രാത്രി കിടക്കുമ്പോൾ മുടി കെട്ടിയൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഇതും കൂടി നല്ലതായിട്ട് പുരട്ടി മേളിലങ്ങ് കെട്ടി വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിടുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ല. പിന്നിട്ട് കഴിഞ്ഞാൽ വീണ്ടും മുടി ചുരുണ്ടൊക്കെ പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് ഉച്ചിയിൽ വെറുതെ ഇങ്ങനെ കെട്ടി വെക്കാം. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ വെള്ളം മാറി കുളിക്കും. അങ്ങനെ നമ്മൾ പല സ്ഥലത്ത് നിന്ന് ഓരോ വെള്ളമൊക്കെ മാറൂലേ, അപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ മുടിയൊക്കെ ഡാമേജ് ആവും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ഇതിനിപ്പോൾ ഏറ്റവും പറ്റിയ റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോണതിന് ഏറ്റവും നല്ലത് നമ്മൾ ഇത് യൂസ് ചെയ്യണം. ഏറ്റവും നല്ലതാണ്. മുടി നമ്മളിങ്ങനെ എന്താ പറയുക ഡാമേജ് ആയി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ അവിടെ വെച്ചാൽ ഞങ്ങൾ മുടിയും കട്ട് ചെയ്തേക്കണം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിയാലോ, ഒരു മുടി പിടിച്ച് സ്പ്ലിറ്റ് ആയിരിക്കുന്ന മുടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കീറി ഇങ്ങനെ പോകും. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലവരുടെ ഒരു ഇതിൽ തന്നെ 3 എണ്ണമൊക്കെ ഉണ്ടാവും ലെയറായിട്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് കാണുമ്പോൾ തന്നെ നമ്മളതങ്ങോട്ട് അവിടെ നിന്ന് തന്നെ ട്രിം ചെയ്തേക്കുക. പിന്നെ നമുക്ക് ഈ പറയണ റെമഡീസൊക്കെ ചെയ്യുക. അധികം റഫാവാണ്ട് ഒക്കെ ചെയ്ത് ഇതുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പരിധി എന്നല്ല, എന്തായാലും വരത്തില്ല നമുക്ക് സ്പ്ലിറ്റ്നെസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്